കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 6 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തോമസിനോട് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായനകളും ഇന്ന് നമ്മൾ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന 2 അപ്പസ്തോലന്മാരുടെ ജീവിതവും ഒക്കെ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും ശക്തമായ വെല്ലുവിളി അത് എന്നും വിശ്വാസത്തിൻ്റെ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ 2 വായനകളിലും നമ്മൾ വളരെ ശക്തമായ ഭാഷയിൽ കാണുന്നതും അതുതന്നെയാണ്. വിശ്വാസവും വിശ്വാസത്തിൻ്റെതായ പ്രവൃത്തിയും. കാരണം 2 പേരും വിശ്വാസ ജീവിതം നയിക്കുകയും വിശ്വാസത്തെ പ്രതി തങ്ങളുടെ അവസാന തുള്ളി രക്തവും ഈശോയുള്ള ബന്ധത്തിൽ ചിന്തിയവരാണ് ഈ പറയുന്ന ചെറിയാക്കോബും. അല്ലെങ്കിൽ അപ്പസ്തോലന്മാരിൽ ഭൂരിഭാഗം, യോഹന്നാൻ സ്ലീഹ ഒഴികെ, യൂദാസും യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കിയെല്ലാവരും തന്നെ രക്തം ചിന്തി മരിച്ചവരാണ്. അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനങ്ങളിലൂടെ, യാക്കോബ് സ്ലീഹയാണ്, ചെറിയാക്കോബാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ യാക്കോബിൻ്റെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യാക്കോബ് സ്ലീഹ പറയുന്ന അതിപ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റും, നന്മ ഏത് നല്ലത് ഏതെന്ന് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ച് ജീവിക്കണമെന്ന് നിർബന്ധമില്ല. നന്മ ഏതാണെന്ന് അറിയാമായിരിക്കാം, നന്മ ഏതാണെന്ന് നന്മയിൽ വിശ്വസിക്കുന്നുണ്ടാകാം, സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടാകും. പക്ഷേ സത്യമനുസരിച്ച് ജീവിക്കണമെന്ന് നിർബന്ധമില്ല. അവിടെയാണ് നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് ആവശ്യകത ഇരിക്കുന്നത്. വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി അല്ലെങ്കിൽ പ്രാവർത്തിക ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് ആ വിശ്വാസം പൂർണ്ണമാകുന്നത്. അല്ലാതെ നമ്മുടെ നാവ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ 33 വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും, കാരണം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ 33 ദിവസം അല്ലെങ്കിൽ 33 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നില്ലേലും ഏകദൈവത്തിൽ, പുത്രനായ ഈശോയിൽ, പരിശുദ്ധാത്മാവിൽ, ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യവായനയിൽ പൗലോസ് ശ്ലീഹ കൊറിന്തോസ് സഭയോട് എഴുതുമ്പോൾ വളരെ ഷാർപ്പായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ അചഞ്ചലമായി നിൽക്കുവിൻ. നിങ്ങൾ കിട്ടിയ വിശ്വാസം ഉണ്ടല്ലോ, എന്താണ്? യേശുക്രിസ്തുവിലൂടെ ഞാൻ സ്വന്തമാക്കിയ ആ രക്ഷയെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതിൽ അടിയുറച്ച് അചഞ്ചലമായി നിൽക്കാനാണ് പറയുന്നത്. എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടായാലും, ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, എന്തെല്ലാം വിശ്വാസപരമായ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുണ്ടായാലും, സ്വകാര്യ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുണ്ടായാലും, യേശുക്രിസ്തുവിലൂടെ സ്വർഗം നമുക്കായി നേടിത്തന്ന രക്ഷയുടെ അനുഭവത്തിൽ ഉറച്ചു നിൽക്കുവിൻ എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്.
അപ്പോൾ വിശ്വാസത്തെ ഏറ്റുപറയുന്നത് പ്രവൃത്തികളിലൂടെയാണ്. അതാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ എഴുതി വയ്ക്കുന്നത്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ജീവനില്ലാത്തതാണ്, നിർജീവമാണ്. ഇപ്പം നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലും, വിശ്വാസികളാണെന്ന് പറയും, വിശ്വാസത്തിൻ്റെതായ ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപരിക്കുമ്പോൾ ജീവിത അനുഭവത്തിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന, വിശ്വാസത്തിന് പോറലേൽക്കേണ്ടി വരുന്ന, വിശ്വാസ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു ജീവിത അനുഭവത്തിലും യേശുവിനോട് വിശ്വാസത്തിൽ അവനിലൂടെ നൽകപ്പെട്ട രക്ഷയുടെ അനുഭവത്തിൽ നിലനിൽക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാകുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാറില്ല, നമ്മൾ പേരിന് വിശ്വാസികളാണെന്ന് പറയും. പേരിന് അങ്ങനെ നമുക്ക് നമ്മുടെ സഭയുടെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ പേരിന് ക്രിസ്ത്യാനികളായിരിക്കുന്നു, പേരിന് വിശ്വാസികളായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാനും നമ്മുടെ വിശ്വാസം ഉറക്കെ ജീവിക്കാനും നമ്മുടെ വിശ്വാസത്തിന് ആധാരമായ പ്രവൃത്തികളിൽ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാനും അങ്ങനെ നമ്മളെ കാണുന്നവർ യേശുവിനെ കാണാനും നമ്മളെ കണ്ടുമുട്ടുന്നവർ യേശുക്രിസ്തുവിലൂടെ സ്വർഗം നമുക്കായി നേടിത്തന്ന രക്ഷയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ പങ്കുവയ്ക്കാനും തക്ക വിധത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി വേണം. ഫിലിപ്പോസ് എന്താ ചെയ്ത? നഥാനിയേൽ യേശുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഫിലിപ്പോസ് ഈ സത്യം, ഈ രക്ഷ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നഥാനിയേലിനെ യേശുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, നിങ്ങൾക്ക് പ്രവൃത്തി ഉണ്ടാകണം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പോൾ നമ്മൾ എത്ര കണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ ആധാരമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്നുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരീക്ഷിക്കുക. അതാണ് ഇന്നത്തെ തിരുനാൾ. ഈ രണ്ട് അപ്പസ്തോലന്മാരും കല്ലേറ് കൊണ്ടും അടി കൊണ്ടും ചതച്ച്, ശരിക്കും പറഞ്ഞ് ഇവർ ഇത് കൊല്ലപ്പെട്ടത് ചതച്ചാണ്, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലപ്പെട്ടവരാണ് ഇവർ. അത്ര കണ്ട് ശരീരം വേദനിക്കുമ്പോഴും, അത്ര കണ്ട് ശരീരത്തിൽ സഹനങ്ങൾ അനുവദിക്കപ്പെട്ടപ്പോഴും, അത്ര കണ്ട് മരണതുല്യമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോഴും ആ നിമിഷങ്ങളിലും വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചവരാണ്. ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷ അത് പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണെന്ന് അപ്പോഴും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അനുഭവിച്ചതുമായ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ ശക്തമായിട്ട് ആ വേളയിലും അവരുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചവരാണ്. അപ്പോൾ വിശ്വാസം അധരം കൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും വിശ്വാസം പ്രഖ്യാപിക്കുന്നവരായി. ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ചെറിയ സഹനങ്ങൾ വരുമ്പോൾ, ചെറിയ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൻ്റെതായ സങ്കടങ്ങളൊക്കെ വരുമ്പോഴും എൻ്റെ ജീവിക്കുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നും അവനിലൂടെ എനിക്ക് പിതാവായ ദൈവം രക്ഷ നേടിത്തന്നുവെന്നും യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നുള്ള ആ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട നിത്യസത്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ അനുഭവങ്ങളെ വെളിപ്പെടുത്താൻ നമുക്ക് വിശ്വാസത്തിൻ്റെ ധൈര്യം വേണം. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ധൈര്യം അപ്പസ്തോലന്മാരിൽ നിറഞ്ഞു നിന്ന ഈ ധൈര്യത്തിൽ നമ്മുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.